ഹലോ ഫ്രണ്ട്സ്, ദേവിനന്ദന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ്. ഇപ്പോൾ ഫൈനൽ എക്സാം പ്രിപ്പറേഷൻ വന്നാൽ നമ്മുടെ എയർബണ്ട് കളിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൈനൽ എക്സാം പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോയുടെ സമയം നല്ല ഇംഗ്ലീഷ് ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. ഞാൻ ഇന്ന് എക്സാം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ എത്തിയേക്കാണ്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചിരുന്നത് ഫൈനൽ എക്സാം പ്രിപ്പറേഷൻ്റെ വീഡിയോ ഇടാണ്. അപ്പോൾ നാളെ എനിക്ക് എക്സാം ഹിന്ദിയെല്ലാം ഓൾറെഡി ഞാൻ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു ഫൈനൽ എക്സാം പ്രിപ്പറേഷൻ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും ഹിന്ദി പഠിക്കാം. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരാം. എന്തിൻ്റെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സെക്കൻഡിൻ്റെയും അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെയും. അപ്പോൾ മലയാള സെക്കൻഡ് നല്ലോണം ഈസി ആയിരുന്നു, ഇംഗ്ലീഷും അതുപോലെ തന്നെ ഈസി ആയിരുന്നു. അപ്പോൾ രണ്ടിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് കാണിച്ച് നിങ്ങൾക്ക് തരാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് മലയാള സെക്കൻഡിൻ്റെ പേപ്പർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മലയാള സെക്കൻഡിൻ്റെ പേപ്പർ ഇതാണ്. നമ്മുടെ ആദ്യം തന്നെ നമുക്ക് വായിക്കാൻ എഴുതാമില്ലേ, ഈ ഒരു പാരഗ്രാഫ് ഇത്രയും വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ഇത്രയും പ്രവർത്തനങ്ങൾ നമ്മൾ എഴുതാനായിട്ടാണ്. നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് ഫുള്ള് വായിച്ചിട്ട് നമ്മുടെ താഴെ തന്നിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ എഴുതാനാണ്. പിന്നെ നമ്മൾ രണ്ടാമത്തെ പ്രവർത്തനം കത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കത്ത് എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാപ്റ്ററിൽ നിന്ന് തന്നിട്ടുള്ളതാണ്. കത്ത് എഴുതി നിങ്ങൾ 7ാം ക്ലാസ് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ഇടുക. 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്ന പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഇടുക. ഫസ്റ്റ് പിന്നെ കത്ത് എഴുതാൻ, പിന്നെ അഭിമുഖ ചോദ്യാവലി. നമ്മളിപ്പോൾ ഒരാളോട് അങ്ങോട്ട് നമ്മൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത്, അതുപോലെ നമ്മളോട് അഭിമുഖ ചോദ്യാവലി എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ താരതമ്യക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ചോദ്യം. താരതമ്യക്കുറിപ്പ് എഴുതാനായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ ഈ എ പാർട്ട് ക്വസ്റ്റ്യൻ, ബി പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആസ്വാദനക്കുറിപ്പ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ആസ്വാദനക്കുറിപ്പ്. പിന്നെ നമ്മുടെ കഥാപാത്ര നിരൂപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, അവസാനത്തിൽ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ മലയാള സെക്കൻഡിൽ. അപ്പോൾ അതിനകത്താണെങ്കിൽ ബർമ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. അതിനെപ്പറ്റിയിട്ടുള്ള കഥാപാത്ര നിരൂപണം എഴുതുക. പക്ഷേ അതിനകത്ത് എ പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ബി പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു ആക്ടിവിറ്റി എഴുതുകയാണെങ്കിൽ ആ ആക്ടിവിറ്റി ഫുൾ എഴുതണം. അപ്പോൾ അവർ എഴുതി കഴിഞ്ഞാൽ ഉള്ള മാർക്ക് കൂടെ പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമുക്ക് ഒരു ആക്ടിവിറ്റി വിടായിരുന്നു. പക്ഷേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കഥാപാത്ര നിരൂപണം വിട്ടു, ബാക്കിയല്ലേ എഴുതും. ഇനി ഞാൻ അത് ഇംഗ്ലീഷിൻ്റെ പേപ്പർ കാണിച്ചാൽ അടുത്ത് ഇന്നത്തെ ടുഡേ എക്സാമിൻ്റെ പേപ്പറാണ്. ഇന്നത്തെ ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. ഇന്നത്തെ എക്സാം പേപ്പർ കാണിച്ചു തരാം. ഇന്നത്തെ എക്സാം പേപ്പറാണ് ഇത്. അപ്പോൾ ഞങ്ങൾക്ക് സാധാരണ ഇത് എൻ്റെ പേരും ക്ലാസ്സും റോൾ നമ്പറാണ്. ദേവീനന്ദന 7C18 റോൾ നമ്പർ എന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് ഇപ്പോൾ നമുക്ക് തരുന്നത് സ്റ്റോറി പോയം അങ്ങനെയൊക്കെയായിരുന്നു നമുക്ക് തരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം തന്നത് കോൺവെർസേഷനായിരുന്നു. ഓക്കെ, ഈ പ്രാവശ്യം നമുക്ക് തന്നത് കോൺവെർസേഷനായിരുന്നു. അത് ഒരു മദറും പിന്നെ രാധികയല്ലല്ലോ, ഋതികയും മദറും തമ്മിലുള്ള കോൺവെർസേഷനാണ് തന്നത്. ഋതിക മദർ തമ്മിലുള്ള കോൺവെർസേഷൻ. അപ്പോൾ ഈ കോൺവെർസേഷൻ നല്ലതായിട്ട് നമ്മൾ വായിച്ചതിന് ശേഷം അതിൽ താഴെ കുറേ ക്വസ്റ്റ്യൻസ് കൊടുക്കും. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്ന് താഴെ എഴുതിയിട്ടുണ്ട്. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ താഴെ ഇപ്പുറത്തെ പേജിലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇവിടം വരെ ക്വസ്റ്റ്യൻസ് ഇത്രയും ക്വസ്റ്റ്യൻസിൽ നമ്മൾ ആൻസർ ഫോളോ ചെയ്യണം. അതിന് 5 മാർക്കാണ്. 5 മാർക്ക് ഞാൻ സ്കോർ ചെയ്തു. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലെറ്റർ റൈറ്റിംഗ് ആണ്. യെല്ലോ അംബ്രല്ല എഴുതിയ ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാമല്ലോ. യെല്ലോ അംബ്രല്ല എന്ന് പറയുന്ന ചാപ്റ്ററിലെ ലെറ്റർ. അപ്പോൾ ഇവിടെ ഹെലാറിയൻ സിസ്റ്റർ ഉണ്ടല്ലോ, ഇവിടെ ഒരു ഇപ്പോൾ ഓഫീസിലൊരു ബോയൊക്കെ ഉണ്ട്. ആ ബോയ് ഭയങ്കര ഇൻട്രസ്റ്റഡ് ബോയ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ആ കുട്ടിയെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു ഓഫീസിൽ വെച്ച്. അപ്പോൾ ആ കുട്ടി നമ്മുടെ ടോയ്സ് ഒന്നും ഇതുപോലെ ഒന്നും കളിക്കാതെ. അപ്പോൾ അവൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഭയങ്കര സാഡാണെന്ന് പറഞ്ഞു, അവിടെ അച്ഛനെ കാണാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾ അന്ന് രാത്രി അവിടെ ഒരു ലെറ്റർ എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞത്. അത് ഞാൻ എഴുതി. അത് വേണ്ടി ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഡിറ്റിംഗാണ്.
എഡിറ്റിങ് ഞാൻ എല്ലാ പ്രാവശ്യവും ഓണപ്പരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും എല്ലാ പ്രാവശ്യവും ഞാൻ ഈ ഒരു ആക്ടിവിറ്റി ഞാൻ എന്തായാലും വിട്ടിരിക്കും. കാരണം എനിക്ക് ഈ ആക്ടിവിറ്റി അറിയത്തില്ല, മനസ്സിലാവത്തില്ല, വായിച്ചാലും കിട്ടത്തില്ല. ഇവിടുന്ന് പുസ്തകം ചറപറാന്ന് വായിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇതൊന്നും ഓർമ്മ കാണത്തില്ല. ഏതാ, വാസ് ഏതാ, ദിസ് ഏതാന്നൊന്നും ഓർമ്മ കാണത്തില്ല. പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല. ഞാനാണെങ്കിൽ കുറച്ചേ വായിച്ചിട്ടുള്ളായിരുന്നു. ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ യെല്ലോ അംബ്രല്ല നമ്മുടെ ബീക്കൺ ഓഫ് ഹോപ്പിലെ ലാസ്റ്റ് സെൻറ്റൻസ് ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം ടീച്ചർ പറഞ്ഞാൽ അത് 2 വായിച്ചിട്ട് പോകണം, അതിന് എവിടെയെങ്കിലും എഡിറ്റിംഗ് ചോദിക്കുന്നു. ഞാനത് 2 വായിച്ചോളൂ. പക്ഷേ ചോദിച്ച ക്വസ്റ്റ്യൻ എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെഞ്ചിയുടെ പാഠം. ഞാൻ ആ പാഠം വായിച്ചു പോയി നോക്കിയിട്ടില്ല. പക്ഷേ എനിക്ക് എന്ത് ചെയ്തു, എല്ലാം കിട്ടി. അവിടെ സ്കോർ എന്നുള്ളടത്ത് സ്കോർഡ് എഴുതണം. ഫോർ ദ കോൺഫിഡൻസിൻ്റെ DE അല്ലേ, പക്ഷെ അവിടെ കൊടുത്തിരിക്കുന്ന DA എന്നാണ്, അത് തിരുത്തി എഴുതണം. പിന്നെ ഇൻസ്പയറിങ്ങിൻ്റെ നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ വേണം എഴുതാൻ. പിന്നെ നമ്മുടെ മീ ഹെൽപ്ഡ് എന്നുള്ളതിന് ബി ഹെൽപ്ഡ് എന്ന് എഴുതുക. എല്ലാം സിമ്പിളായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എഡിറ്റിംഗ് ഇത്രയും മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം എഡിറ്റിംഗ് ഞാൻ വിട്ടില്ല. എഡിറ്റിംഗ് ഞാൻ ഈ നമ്മുടെ ഫസ്റ്റ് റീഡ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് ഞാൻ എഡിറ്റിംഗ് ആണ് ആദ്യം എഴുതി. എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടു. നല്ല ക്വസ്റ്റ്യൻ എല്ലാം സിമ്പിളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സ്പീച്ചാണ്. നമ്മുടെ സ്പീച്ച് ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിയുടെയും മിസ്റ്റർ കുമാറിൻ്റെ സ്പീച്ച്. അത് ഈ ഒരു ഫോളോയിങ് ഇത് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതായിരുന്നു. അത് കൊള്ളായിരുന്നു. പിന്നെ ഇതാണ് ഒരു നമ്മുടെ പ്രിപ്പയർ ഇൻസ്ട്രക്ഷൻസ്. നമ്മുടെ സ്കൂൾ ക്ലബിലാണെങ്കിൽ ഇതുപോലെ നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ, എന്തുവാ നമ്മുടെ ക്ലീൻ ആൻഡ് ഗ്രീൻ, മറ്റേ ഹരിത വിദ്യാലയം എന്ന് പറഞ്ഞുള്ള സാധനം. അപ്പോൾ അതിന് ഈ ടീച്ചേഴ്സും ഒക്കെ പറയത്തില്ലേ ഇങ്ങനെ വൃത്തിയാക്കണമെന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു 5 വൃത്തിയാക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ 5 തയ്യാറാക്കാൻ വേണ്ടി അത് ഞാൻ എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിക്കിയുടെ ചാപ്റ്ററിൽ കോൺവെർസേഷനാണ് പറഞ്ഞത്. റിക്കിയും റോബോട്ടും തമ്മിലുള്ള കോൺവെർസേഷൻ. അത് കഴിഞ്ഞിട്ടൊരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ഇത് ഗ്രാമർ പോർഷനാണ്. ഇവിടെ ദാറ്റ് വരും, ഇവിടെ നമ്മൾ വെന്ന് വരും, പിന്നെ ഇവിടെ നോട്ട് ആസ് ബിഗ് ആസ് വരും, പിന്നെ ഇവിടെ ഏറ്റവും ലാസ്റ്റ് വരും. അങ്ങനെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു സെൻറ്റൻസ് ഇങ്ങനെ തരും. ഇങ്ങനൊരു സെൻറ്റൻസ് വന്നിട്ട് അടിവരയിട്ട് കാണും. എന്നിട്ട് അവിടെ ബ്രാക്കറ്റ് കാണും, ഏതവിടെ യോജിക്കുന്നുള്ള വാക്ക് അവിടെ എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. അതും ഞാൻ എഴുതി. ഇംഗ്ലീഷിൽ ഞാൻ എല്ലാ ആക്ടിവിറ്റീസും എഴുതി. ഇംഗ്ലീഷ് മലയാളം അടിപൊളി പരീക്ഷയായിരുന്നു. അപ്പോൾ നമുക്ക് ഹിന്ദി അടിപൊളി പരീക്ഷ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നാണ് അതുകൊണ്ട് ഫൈനൽ എക്സാം പ്രിപ്പറേഷൻ വീഡിയോ ഹിന്ദിയുടേത് ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ മാർക്ക് നമുക്ക് വരുന്നില്ലെന്ന് വിചാരിച്ചാലും പഠിക്കാതിരിക്കരുത്. എല്ലാവരും നന്നായിട്ട് പഠിച്ച് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പരീക്ഷയ്ക്ക് എഴുതേണ്ടതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അടുത്ത പ്രാവശ്യം 8ാം ക്ലാസ്സിലാണെന്നുള്ള ഓർമ്മ വേണം. അപ്പോൾ 8ാം ക്ലാസ്സിൽ മാർക്ക് രീതിയിലാണ് ജയിപ്പിച്ച് വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും പഠിക്കാം. ഹിന്ദിയല്ല, നമുക്ക് എന്തായാലും പഠിക്കാം. അങ്ങനെ ഹിന്ദി ആണെങ്കിൽ നോട്ട്ബുക്ക് നോക്കിയാണ് പഠിക്കുന്നത്. നോട്ട്ബുക്കിൽ നമ്മുടെ ഫസ്റ്റ് തന്നെ പ്യാർ എന്ന് പറയുന്നത് കുർസേ പ്യാർ ഇല്ലേ, അതിലെ മീനിങ്സാണ്, വേർഡ്സ് മീനിങ്സ് ഉണ്ടല്ലോ, അതാണ് ഈ കാണുന്നത്. നമുക്ക് എന്തായാലും പഠിക്കാം. സൂരജ്, സൺ, സൂര്യൻ, പ്യാർ, സ്നേഹം, ലവ്, ദുനിയ, ലോകം, വേൾഡ്, പിന്നെ ഡയറക്റ്റ്, സ്നേഹം, ഡയറക്റ്റ്, സൂരജ്, സൺ, സൂര്യൻ, പ്യാർ, സ്നേഹം, ലവ്, സൂരജ്, സൺ, സൂര്യൻ, പ്യാർ, സ്നേഹം, ലവ്, സൂരജ്, സൺ, സൂര്യൻ, പ്യാർ, സൂരജ്, സൺ, സൂര്യൻ, സ്നേഹം, ലവ്, ദുനിയ, ലോകം, സൂരജ്, സൺ, സൂര്യൻ, പ്യാർ, സ്നേഹം, ലവ്, ദുനിയ, ലോകം, വേൾഡ്, പേട്, മരം, ഫൂല്, പൂവ്, പിന്നെന്തുവാ ഫ്ലവർ, ബാദൽ, മേഘം, ക്ലൗഡ്, ജലം, വാട്ടർ, സൂരജ്, സൺ, സൂര്യൻ, പ്യാർ, സ്നേഹം, ലവ്, ദുനിയ, ലോകം, വേൾഡ്, ഡയറക്റ്റ്, മരം, പേട്, ഫൂല്, ഫ്ലവർ, പൂവ്, ബാദൽ, മേഘം, ക്ലൗഡ്, ജലം, വാട്ടർ, ഫുഡ്, സ്വയം,
सूरज दुनिया को ऊर्ज देता है, पेड़ दुनिया को फूल देता है, बादल दुनिया को पानी देता है. അപ്പോൾ നമ്മുടെ കുത്സേ പ്യാറിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചേക്കുന്നത് ഇതാണ്. നമ്മുടെ ഇത് സൂരജ് ദുനിയാക്കോ ഊർജ് ദേത്താ ഹെ, പിന്നെ പേട് ദുനിയാക്കോ ഫൂൽ ദേത്താ ഹെ, പിന്നെ ബാദൽ ദുനിയാക്കോ പാനി ദേത്താ ഹെ. അങ്ങനെയുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ സൂരജ് അഗ്നി ആഗ പ്രേം പ്യാർ എനിക്ക് सूरज सन, सूर्य प्यार स्नेहम लव दुनिया लोകം വേൾഡ് ഡയറക്റ്റ് പേട് മരം സൂരജ് സൂര്യൻ സണ്ണ് പ്യാർ സ്നേഹം ലവ് ദുനിയ ലോകം വേൾഡ് सूरज सन सूर्य प्यार स्नेहम लव दुनिया लोകം വേൾഡ് ഡയറക്റ്റ് പേട് മരം ഫൂല് ഫ്ലവർ പൂവ് ബാദൽ ക്ലൗഡ് മേഘം ജലം വാട്ടർ കുത് സ്വയം. പിന്നെ सूरज दुनिया को ऊर्ज देता है, पेड़ दुनिया को फूल देता है, बादल दुनिया को पानी देता है. പിന്നെ सूरज अग्नि आग प्रेम प्यार विग दुनिया पेड़ दरख्त पुष्प फूल मेघ बादल പിന്നെ पानी जल स्वयं खुद. പിന്നെ അടുത്ത ഇത് നമ്മുടെ दुनिया को कैसे प्यार करेंगे अपने विचार लिखे. सूरज ऊर्ज देता है, रोशनी देता है, दुनिया को पालता है. सूरज ऊर्ज देता है, रोशनी देता है, दुनिया को पालता है. पेड़ स्वच्छ वायु देता है, छाया देता है, फूल और फल देता है. बादल पानी देता है, प्यास बुझाता है, दुनिया को सफलता है. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഹിന്ദിയും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് സംസ്കൃതമാണ്. ഞാൻ സംസ്കൃതത്തിനാണ് ചേർന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് സംസ്കൃതമാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആർട്ട് ഹെൽത്ത് വർക്ക് എന്ന് പറഞ്ഞ സാധനമില്ലേ, അതാണ്. അത് കഴിഞ്ഞ് പിന്നെ ബേസിക്, അത് കഴിഞ്ഞ് പിന്നെ മാത്സ്, അത് കഴിഞ്ഞ് പിന്നെ സോഷ്യൽ. ഇത്രയാണ് നമുക്ക് പഠിക്കാം. നമ്മുടെ സൂരജ് ഊർജ് ദേത്താ ഹെ, रोशनी देता है, दुनिया को पालता है. ऊर्ज നമ്മുടെ सूरज ऊर्ज देता है, रोशनी देता है, दुनिया को पालता है. पेड़ स्वच्छ वायु देता है, छाया देता है, फूल और फल देता है. बादल पानी देता है, प्यास बुझाता है, दुनिया को सफलता है. सूरज ऊर्ज देता है, रोशनी देता है, दुनिया को पालता है. सूरज ऊर्ज देता है, रोशनी देता है, दुनिया को पालता है. पेड़ स्वच्छ वायु देता है, छाया देता है, फूल और फल देता है. बादल पानी देता है, प्यास बुझाता है, दुनिया को सफलता है. പിന്നെ कविता का आशय खुद से प्यार होवनाथ यादव की कविता है. इसमें कवि कहते हैं कि प्यार सबको देना है. सूरज अपना ऊर्ज को प्यार करता है, वह ऊर्ज सूरज दुनिया को देता है. पेड़ अपने फूलों को प्यार करता है, वह फूलों को पेड़ दुनिया वालों को देता है. बादल अपने जल से प्यार से बादल अपने जल से प्यार है, वह जल बादल प्यार से हमें देता है. इसमें कवि कहते हैं कि हम अपने अंदर प्यार भरकर दूसरे को दें, हम खुद से प्यार करें और दूसरे को प्यार करें. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ കറണ്ട് പോയി. ചുവട്ടിലിരുന്ന് പഠിക്കണം. അപ്പോൾ ഞാൻ ജനൽ തുറന്നിട്ടിരിക്കുകയാണ്. ജനലും കർട്ടനും തുറന്നിട്ടു. അപ്പോൾ ഞാൻ പഠിക്കാം. അപ്പോൾ ഞാൻ ഒരു ചാപ്റ്റർ ഫുള്ളാവാറായി കേട്ടോ. ഒരു ചാപ്റ്റർ ഞാൻ അർത്ഥങ്ങൾ, മീനിങ്സ്, പിന്നെ ഹിന്ദിയിൽ തന്നെയുള്ള അർത്ഥമില്ല. ഇപ്പോൾ സൂരജ് അങ്ങനെ പറയുന്നത്. പിന്നെ മറ്റേ നമ്മുടെ സൂരജ് ദുനിയാക്കോ ഊർജ് ദേത്താ ഹെ, പാനി ദുനിയാക്കോ, അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ അത്. പിന്നെ ഞാൻ പഠിച്ചു വെച്ചത് അതത്രയും പഠിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൂരജ് നമ്മുടെ ഊർജ് ദേത്താ ഹെ, रोशनी देता है, दुनिया को पालता है. പിന്നെ നമ്മുടെ ബാദൽ പാനി ദേത്താ ഹെ, അങ്ങനെ रोशनी देता है, അങ്ങനെയുള്ളതിൽ പേട് ബാദൽ ആ കാര്യങ്ങളും പഠിച്ചു. ഇനി
കവിതാക്ക ആശയം കൂടെ പഠിക്കണം. JPR എന്നുള്ളതിൻ്റെ കവിതയുടെ ആശയം കൂടെ പഠിച്ചാൽ ഒരു പാഠം തീരും. കവിതയുടെ ആശയം കൂടെ പഠിക്കട്ടെ. ഇതാണ് ആശയം കവിതയുടെ. അവരോട് പഠിക്കട്ടെ. ഇവിടെ ഭയങ്കര ചൂടാണ് ഫ്രണ്ട്സ്, ഇരിക്കാൻ വയ്യ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ 4-5 ചാപ്റ്റർ കൂടെ പഠിച്ച് തീർത്തു. ഇത്ര നേരം ഇവിടെ ഇരുന്നായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞ് ഇങ്ങനെ ചൂടെടുക്കുന്ന കാരണം ഞാൻ അങ്ങ് പോയിരുന്നു പഠിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് ഇല്ല, അതുകൊണ്ട് നമ്മളിന്ന് വീഡിയോ നിർത്തിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് 300 ഇത്രയെങ്ങാണ്ട് സബ്സ്ക്രൈബേഴ്സായി. എല്ലാവരും, നമുക്ക് റോഡ് ടു 1K ആണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.